ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. കുളത്തിൽ നിന്നും കൈക്കുമ്പിൾ നിറയെ തെളിനീര് ശേഖരിക്കവേ ശ്രീറാമിൻ്റെ കൈകൾ വിറപൂണ്ടു. ഒന്നും പറയേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായത്തെയെങ്കിലും മാനിക്കണമായിരുന്നു താൻ. എടുത്തു ചാടിയൊരു പ്രവൃത്തി ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. വിചാരങ്ങളെക്കാളേറെ ആ സമയത്ത് പ്രവർത്തിച്ചത് വികാരങ്ങളായിരുന്നു. അവൻ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് കൈക്കുമ്പിൾ നിറച്ച വെള്ളം പ്രഭാകരവർമ്മയുടെ മുഖത്തേക്ക് ശക്തമായി കുടഞ്ഞു. പതിയെ പതിയെ കണ്ണുകൾ ചിമ്മിത്തുറക്കുന്ന പ്രഭാകരവർമ്മയെ നോക്കി നിൽക്കെ ശ്രീറാമിന് തൻ്റെ പോയ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ആശ്വാസം തോന്നി. മുത്തശ്ശ, അവൻ അലിവോടെ വിളിച്ചു. അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് കൽപ്പടവിലേക്ക് ചാരിയിരുത്തവേ അയാൾ വിങ്ങി കരയുന്നത് ശ്രീറാമിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. ഞാൻ അറിഞ്ഞില്ലല്ലോ മോനെ, എൻ്റെ കുട്ടി അവിടെ. ഏത് ഭഗവാൻ പൊറുക്കും എന്നോട്? അദ്ദേഹം നെഞ്ചിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു. തനിക്ക് മുന്നിലിരിക്കുന്ന വൃദ്ധനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ശ്രീറാമിന് അറിയുന്നുണ്ടായില്ല. അവൻ നിശബ്ദമായി പ്രഭാകരവർമ്മയ്ക്ക് മറുവശം ചേർന്നിരുന്ന് അദ്ദേഹത്തെ തൻ്റെ തോളോട് ചേർത്ത് പിടിച്ചു. കുട്ടി അവളെ കൈവിടരുത്. എൻ്റെ കുഞ്ഞിനെ ധൈര്യത്തോടെ ഏൽപ്പിക്കാൻ മറ്റാരും ഇല്ല എനിക്ക്. ഒരുമിച്ച് ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കണം. പ്രഭാകരവർമ്മ ശ്രീറാമിൻ്റെ വലത് കൈയിൽ മുറുകെ പിടിച്ചു. അയാളിൽ ഒരു കടലോളം പ്രതീക്ഷയുണ്ട്. അവ കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രീറാമിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് സമാധാനമേകും പോലെ മറുപടിയായി അവനൊന്ന് പുഞ്ചിരി തൂകി. പുറമേ ചിരിച്ചെങ്കിലും പ്രഭാകരവർമ്മയുടെ വാക്കുകൾ ശ്രീറാമിനെ വീണ്ടും അസ്വസ്ഥനാക്കി തുടങ്ങിയിരുന്നു. രാത്രിയിൽ കിടക്കാനായി മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് കോണിപ്പടികൾ ഇറങ്ങി വരുന്ന ശ്രീറാമിനെ മഹാലക്ഷ്മി ശ്രദ്ധിച്ചത്. എന്താ ശ്രീ, ഉറക്കമൊന്നുമില്ല അമ്മയുടെ കുട്ടിക്ക്? വാത്സല്യത്തോടെ അവർ ചോദിച്ചത് കേട്ട് ശ്രീറാം നിർമ്മലമായൊന്ന് പുഞ്ചിരിച്ചു. അച്ഛൻ അവിടെ പോയതാ അമ്മേ? എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ശേഖരേട്ടനൊപ്പം പോയതാ. അലസമായി പറഞ്ഞുകൊണ്ടവർ മുറിയിലേക്ക് കയറി. പുറകെ ശ്രീറാമും. ദുർഗ. മുറിയിലേക്ക് കയറിയ ഉടനെ ശ്രീറാം ചുറ്റും കണ്ണുകൾ ഓടിച്ചു ചോദിച്ചു. മുകളിലെ മുറിയിൽ ഗോപുവിനൊപ്പം ഉണ്ടല്ലോ, നീ കണ്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. പറഞ്ഞുകൊണ്ടവൻ കിടക്കയിലിരിക്കുന്ന മഹാലക്ഷ്മിയുടെ മടിയിലേക്ക് കമിഴ്ന്നു കിടന്നു. മഹാലക്ഷ്മി പുഞ്ചിരിയോടെ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു, അത്രയേറെ മൃദുലമായി. ശ്രീക്ക് അമ്മോട് എന്തെങ്കിലും പറയാനുണ്ടോ? ശബ്ദം താഴ്ത്തി വളരെ നേർമയിൽ മഹാലക്ഷ്മി ചോദിച്ചു. മനസ്സിന് അമിതഭാരം തോന്നുമ്പോഴെല്ലാം അമ്മയുടെ മടിയിൽ തല ചായ്ക്കുന്നത് ശ്രീറാമിൻ്റെ പതിവാണ്. അത് മഹാലക്ഷ്മിക്കും അറിയാം. അമ്മ, ഗോപുവിൻ്റെ മുത്തശ്ശൻ ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ടോ? അവരുടെ തറവാടും ഈ വീടും അടക്കമെല്ലാം ദുർഗയുടെ പേരിലേക്ക് എഴുതി വെച്ചതിൻ്റെ രേഖകൾ എന്നെ ഏൽപ്പിച്ചു. അവളെ കൈവിടരുതെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവർ ഏറിയ ആകാംക്ഷയോടെ ചോദിച്ചു. എന്നാൽ ശ്രീറാം മറുപടി ഒന്നും പറഞ്ഞില്ല. നിനക്കിപ്പോഴും ഞാനെടുത്ത തീരുമാനത്തോട് എതിർപ്പാണോ ശ്രീ? ആ ചോദ്യത്തിനും ശ്രീ മൗനം പാലിച്ചു. ശ്രീറാമിൻ്റെ വിമുഖത അവരിൽ വേദന ഉണ്ടാക്കി. ശ്രീ, നിനക്കിഷ്ടമില്ലാച്ചാ വേണ്ട. അമ്മ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. സ്വന്തം സ്വാർത്ഥതയ്ക്കായി തൻ്റെ മക്കൾ ഒരിക്കലും വേദനിക്കാൻ ഇടവരരുതെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. തൻ്റെ 4 മക്കളെക്കാളേറെ ആ അമ്മ ഈ ഭൂമിയിൽ മറ്റൊന്നിനെയും സ്നേഹിച്ചിരുന്നില്ല, വിലമതിച്ചിരുന്നില്ല. ശ്രീറാം തല ഉയർത്തി മഹാലക്ഷ്മിയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആശ്വാസം നിഴലിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ മഹാലക്ഷ്മിക്കും സമാധാനം തോന്നി. ദുർഗ നമ്മളുടെ കൂടെ നിന്നോട്ടെ അമ്മേ, പക്ഷേ അതെൻ്റെ ഭാര്യയായിട്ട് വേണ്ട. ആരുമില്ലാത്തൊരു പെൺകുട്ടിക്ക് എല്ലാമായി നമുക്ക് സംരക്ഷണമൊരുക്കാം. അവൾക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാം. നിൻ്റെ ഇഷ്ടം. മഹാലക്ഷ്മി മുഖം താഴ്ത്തി ശ്രീറാമിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ മനസ്സ് നിറഞ്ഞു. ഇതുവരെ ഉണ്ടായിരുന്ന ആവലാതികൾ നെഞ്ചിൽ നിന്നും കൂടൊഴിഞ്ഞു പോയ പോലെ. അമ്മേ, പാടുവോ? കൈകളാൽ അമ്മയെ മുറുകെ ചുറ്റിപ്പിടിച്ച് ശ്രീറാം അവരുടെ മടിത്തട്ടിലേക്ക് മുഖം താഴ്ത്തി. ആ ചോദ്യത്തിൽ നിറയെ കുറുമ്പും കൊഞ്ചലും തുളുമ്പുന്നുണ്ടെന്ന് തോന്നി അവർക്ക്. ആ അമ്മയ്ക്കപ്പോൾ അവൻ 30 വയസ്സുള്ള പക്വതയാർന്ന മകനായിരുന്നില്ല. തൻ്റെ നെഞ്ചിൽ ഒതുങ്ങി ഉറങ്ങിയും വിരലിൽ തൂങ്ങി പിച്ച വെച്ചും നടന്ന് കുഞ്ഞു പൈതലായിരുന്നു. ഏറെ നാൾ കാത്തിരുന്ന് കിട്ടിയ പൊന്നോമന മകൻ. കനമുള്ള എന്തോ വസ്തു തൻ്റെ നെഞ്ചിന് മുകളിൽ വെച്ചതുപോലെ ഭാരം തോന്നിയപ്പോഴാണ് ദയ മിഴികൾ ചിമ്മി തുറന്നത്. ഇന്നലെ രാത്രി 9 മണി ആയപ്പോഴേക്കും ഗോപുവിനൊപ്പം കട്ടിലിൽ കയറി കിടന്നിരുന്നു. പക്ഷെ അർദ്ധരാത്രിയും കഴിഞ്ഞാണ് ഉറക്കം പിടിച്ചത്.
വർഷങ്ങളായുള്ള ശീലം അതല്ലേ. ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ പോലും ഭയപ്പെട്ടിരിക്കുന്നു. നെടുവീർപ്പോടെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ തുനിഞ്ഞതും ഗോപുവിൻ്റെ കൈകൾ അവളെ ഉടലോടെ വിരിഞ്ഞു മുറുക്കി. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി ദയയ്ക്ക്. പോകല്ലേ ശരൺ. ദയയുടെ നെഞ്ചിൽ മുഖമിട്ടുരസി ചിണുങ്ങി പറഞ്ഞു ഗോപിക. ശരൺ. ദയ ഒന്ന് ഞെട്ടി. ഇത്തരമൊരു ബന്ധമായിരുന്നു അവർക്കിടയിൽ. മിക്കപ്പോഴും അടുകൂടി മാത്രമേ ഇരുവരെയും കണ്ടിട്ടുള്ളൂ. ചിന്തയോടെ കണ്ണും തുറന്ന് കിടക്കുമ്പോഴാണ് താഴെ നിന്നും ശ്രുതിയിടുന്ന ശബ്ദം കാതുകളിൽ പതിഞ്ഞത്. അത് മഹാലക്ഷ്മി തന്നെയായിരിക്കുമെന്നവൾ ഊഹിച്ചു. തൻ്റെ ദേഹത്തു നിന്നും വളരെ കഷ്ടപ്പെട്ട് ഗോപുവിനെ അടർത്തി മാറ്റി ദയ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് മാറി. കെട്ടഴിഞ്ഞു പോകാറായ മുടി ഒന്നുകൂടി മാടിയൊതുക്കി മുറുക്കിക്കെട്ടി വാതിലിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അതേ നിമിഷം പുറത്തു നിന്നും വാതിൽ പൊളിയിൽ ശക്തമായ തട്ട് കേട്ടു. ധൃതിയിൽ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ദയ കണ്ടത് അക്ഷമനായി നിൽക്കുന്ന ശരണിനെയാണ്. ദയയെ കണ്ടതും ശരൺ കൈവെള്ളയാൽ നെറ്റിയിലൊന്നടിച്ച് അവളെ നോക്കി പുഞ്ചിരിച്ചു. താൻ ഇവിടെ ഉള്ളത് ഞാൻ മറന്നുപോയി. ഉറക്കം പോയല്ലേ, സോറി. ഞാൻ അവളെ വിളിക്കാൻ വന്നതാ. കിടക്കയിൽ ചുരുണ്ടുകൂടി സുഖനിദ്രയിലായിരുന്നിരിക്കുന്ന ഗോപുവിന് നേരെ ശരൺ വിരൽ ചൂണ്ടി. മടിച്ചുകൊണ്ട് വളരെ വളരെ നേർമയിൽ തൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർത്തി ദയ. ശരണിന് വഴിയൊരുക്കി ഒരു വശത്തേക്ക് മാറി നിന്നു. ശരൺ ധൃതിയിൽ അകത്തേക്ക് കയറി ഗോപുവിനെ എഴുന്നേൽപ്പിക്കാനുള്ള തൻ്റെ ശ്രമം ആരംഭിച്ചു. ആന കുത്തിയാൽ പോലും തനിക്ക് കണ്ണു തുറക്കാനാകില്ലെന്ന തരത്തിൽ ഗോപു അതേ കിടപ്പ് കിടന്നു. എത്ര തട്ടി വിളിച്ചിട്ടും ഗോപു ഒന്ന് അനങ്ങുന്നത് പോലും ഇല്ലെന്ന കാഴ്ച ദയയെ അമ്പരിപ്പിച്ചു. ഒരു കാലനക്കം കേട്ടാൽ പോലും ഞെട്ടി ഉണരുന്ന തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തു അവൾ. എന്താ ശരൺ, ഗോപു എഴുന്നേറ്റില്ലേ? മുറിക്ക് വെളിയിൽ നിന്നും ശ്രീറാം വിളിച്ച് ചോദിച്ചത് കേൾക്കെ ദയയുടെ ശ്രദ്ധ അവന് നേരെ തിരിഞ്ഞു. ഇല്ലേട്ടാ, പതിവ് തന്നെ. ഞാൻ ചവിട്ടി താഴെട്ടെ? ശരൺ ആവേശത്തോടെ ചോദിച്ചു. ശ്രീറാം അവനെ രൂക്ഷമായൊന്ന് നോക്കിയപ്പോൾ മറുപടിയായി ശരൺ ചളിപ്പോടെ ചിരിച്ചു. നീ താഴേക്ക് ചെല്ല്, ഞാൻ കൊണ്ടുവരാം അവളെ. ശരൺ. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ശരൺ ശ്രീറാമിനെ പിന്തിരിഞ്ഞു നോക്കി. കിച്ചുവിനെ വിളിച്ചിട്ട് വാ. ഇല്ല. വളരെ പെട്ടെന്നായിരുന്നു അവൻ്റെ മറുപടി. എടുത്തടിച്ചതുപോലുള്ള ഇത്തരമൊരു പ്രതികരണം ശ്രീറാം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഏട്ടനോട് അങ്ങനെ പറയേണ്ടി വന്നതിൽ ശരണിന് പ്രയാസം തോന്നിയെങ്കിലും ഇനിയൊരിക്കലും കൈലാസിൻ്റെ മുന്നിലേക്ക് താനായി പോകില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ശരൺ, എല്ലാം മറന്ന് കളയണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നമ്മൾക്കിടയിൽ ഒരു പ്രശ്നം. അത് വേണ്ട ശരൺ. ശ്രീറാം അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. എല്ലാം പെട്ടെന്ന് മറക്കാൻ ഏട്ടനെ കൊണ്ട് സാധിക്കുമായിരിക്കും, പക്ഷെ എനിക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഉറപ്പോടെ പറഞ്ഞവൻ ശ്രീറാമിൻ്റെ മറുപടിക്ക് കാക്കാതെ വർദ്ധിച്ച കോപത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ദയയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. അവർ ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ താൻ കാണുന്നതാണ് 4 പേർക്കുമിടയിലെ സ്നേഹം. പരസ്പരം കരുതലായും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും സമയം ചിലവഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ താനും കൊതിച്ചു പോയിരുന്നു അവർക്കൊപ്പമാകാൻ. എന്നിട്ടിപ്പം തൻ്റെ പേര് ചൊല്ലി തന്നെ അവർ കലഹിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും തുന്നിച്ചേർക്കാൻ പോലും കഴിയാത്ത വിധം അവർക്കിടയിലെ ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു. രാവിലെയുള്ള പ്രാക്ടീസ് കഴിഞ്ഞ് മഹാലക്ഷ്മി അടുക്കളയിലേക്ക് കയറിയപ്പോൾ അവിടെ ദയ ഉണ്ടായിരുന്നു. അവരെ കണ്ടതും ദയ അവർക്കായി ഒരു കപ്പ് ചായ നീട്ടി. കൊള്ളാലോ. അവർ നിറഞ്ഞ ചിരിയോടെ പുരികം പൊക്കി തലയാട്ടി ദയയെ പ്രശംസിച്ചു. ദയയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു കുളിര് തോന്നി. സാധാരണ തറവാട്ടിൽ ചായ ഉണ്ടാക്കിയാൽ ആദ്യം നൽകാറ് വല്യമ്മയ്ക്കാണ്. എത്രയൊക്കെ നല്ലതുപോലെ ഉണ്ടാക്കിയാലും വല്യമ്മ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. മധുരം കൂടി, കടുപ്പം കുറഞ്ഞു, അങ്ങനെ. ചീത്തയായ പാലുകൊണ്ടാണ് ചായ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഒരിക്കൽ ചൂട് ചായ തൻ്റെ മുഖത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഓർമ്മയിൽ ദയ ഒന്ന് കിടുങ്ങി. ഇന്നാദ്യമായാണ് കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും ഇല്ലാത്തൊരു പുലരിയെ താൻ വരവേൽക്കുന്നത്. അവൾ പതിയെ കണ്ണുകൾ ഉയർത്തി മഹാലക്ഷ്മിയെ വീണ്ടും ഒന്ന് നോക്കി. ഇല്ല, ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. നേരത്തെയുള്ള ചിരി ഒട്ടും അളവിൽ കുറയാതെ ആ മുഖത്തുണ്ട്. ഞാൻ അവർക്കൊക്കെ ചായ കൊടുത്തിട്ട്. വേണ്ട കുട്ടി, അവരൊക്കെ ഇവിടെ വന്നെടുത്ത് കുടിച്ചോളും. അങ്ങോട്ട് കൊണ്ടു കൊടുക്കണ ശീലമൊന്നും ഇവിടെയില്ല. പറഞ്ഞു തീർന്നതും ഗോപു ഓടി വന്ന് മഹാലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് വീണു. മഹേ അമ്മ. അവൾക്ക് പുറകെ ശരണും പിന്നിലായി ചിരിച്ചുകൊണ്ട് ശ്രീറാമുമുണ്ട്. എന്താ? മഹാലക്ഷ്മി ഗോപുവിനെ പൊതിഞ്ഞു പിടിച്ച് മൂവരെയും നോക്കി. ശരൺ പല്ല് ഞെരിച്ച് നിന്ന് കിതയ്ക്കുന്നുണ്ട്. ശ്രീറാം ഒന്നും സംഭവിക്കാത്ത പോലെ റാക്കിൽ എടുത്തു വെച്ച ഫ്ലാസ്ക് തുറന്ന് അതിലുള്ള ചായ അവൻ്റെ കപ്പിലേക്ക് പകർന്നെടുത്തു. ഗോപു ശരണിനെ ഏറെ കണ്ണിട്ട് നോക്കി മഹാലക്ഷ്മിയുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവരെ മുറുകെ ചുറ്റിപ്പിടിച്ചു. മഹാലക്ഷ്മി പുഞ്ചിരിയോടെ ശരണിനെ നോക്കി. ഗോപു എന്തോ കള്ളം കാണിച്ചിരിക്കുന്നു അവർ മനസ്സിൽ കരുതി.
കൊച്ചുനാൾ മുതലുള്ള ഗോപുവിൻ്റെ ശീലമാണിത്. എന്തെങ്കിലും കുഴപ്പമൊപ്പിക്കും, എന്നിട്ട് മിണ്ടാതിരിക്കും. മിക്കപ്പോഴും അത് കണ്ടുപിടിക്കുന്നത് ശരണാകും. ശ്രീയുടെ നേർ വിപരീതമാണ് ശരൺ. ശ്രീ ഭൂമിയോളം ക്ഷമിക്കും, പക്ഷെ ആ ക്ഷമ അതിര് കടന്ന വല്ലാത്ത വിപത്താണ്. ഒരിക്കൽ ഗോപുവിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആശുപത്രിക്കാർക്കിടയിൽ വന്നൊരു ചെറിയ വീഴ്ചയിലാണ് അവൻ ആദ്യമായും അവസാനമായും ദേഷ്യപ്പെട്ട് കണ്ടത്. അന്നവനെ ശാന്തനാക്കാൻ എല്ലാവരും ഒരുപാട് പണിപ്പെട്ടു. ശരണിനാകട്ടെ മൂക്കിൻ തുമ്പത്താണ് ദേഷ്യം. ചെറിയ കാര്യം മതി പൊട്ടിത്തെറിക്കാൻ. അതുപോലെ ദേഷ്യം മാറാനും അല്പസമയം മതി. ഇവൾക്ക് എക്സാം ടൈം ടേബിൾ വന്നിട്ട് 3 ആഴ്ചയായി. അടുത്ത ബുധനാഴ്ച ഇവൾക്ക് എക്സാം തുടങ്ങുക. എന്നിട്ട് ആരോടും ഒരു അക്ഷരം മിണ്ടാതെ ഇരിക്കുമായിരുന്നു ഈ പേരും കള്ളി. എക്സാം സ്കിപ്പ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഇവളുടെ മനസ്സിൽ. കഴിഞ്ഞ സെമസ്റ്ററിൽ 2 പേപ്പർ പോയി. അതിൻ്റെ വല്ല കൂസലുണ്ടായിരുന്നു അവൾക്ക്. എന്നിട്ടും ശരൺ ഒന്ന് നിർത്തി ദേഷ്യത്തോടെ ഗോപുവിൻ്റെ ചുമലിൽ ഒരടി വെച്ചു കൊടുത്തു. കിട്ടിയ അവസരം നന്നായി മുതലെടുത്തവൾ തല ഉയർത്തി ഉറക്കെ കരഞ്ഞു. അതിൽ ശ്രീറാം വീണു. അവൻ ശരണിനെ കലിയോടെ നോക്കി. എന്നാൽ ഞാനിതൊക്കെ എത്ര കണ്ടത് എന്ന ഭാവമായിരുന്നു ശരണിൻ്റെ മുഖത്ത്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും പഠിക്കണം. ഇവളുടെ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട, നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് ശരൺ. ശ്രീറാമിൻ്റെ ശബ്ദം രൂക്ഷമായി. നിങ്ങളെല്ലാവരും കൂടെ കൊഞ്ചിച്ച് അവൾ ഇങ്ങനെ ആയത്. ചെയ്യുന്ന തോന്നിയാസങ്ങൾക്കെല്ലാം കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. പണ്ട് രുക്കുവമ്മ ചെയ്തിരുന്ന പോലെ പിടിച്ച് 4 പൊട്ടിക്കണം. ഇവൾ താനെ നന്നായിക്കോളും. നീ പോയി നിൻ്റെ കാര്യം നോക്ക് ശരൺ. അവളുടെ എക്സാമിൻ്റെ കാര്യത്തിൽ നീ വേവലാതിപ്പെടണ്ട. നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോളാം. നീരസത്തോടെ തീർപ്പ് കൽപ്പിച്ച് ശ്രീറാം ഗോപുവിനെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു.